بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. ഉജ്ബിനെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. റിയാ നിഫാഖ് പോലുള്ളതിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു. ഉജ്ബിനെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫൈൻ ഖീലന് ചോദിക്കപ്പെട്ടാൽ ഫമാ ഹഖീഖത്തുൽ ഉജ്ബി, ഉജ്ബിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഫമാ മഅന, അതിന്റെ മാന എന്താണ്? ഉജ്ബിന്റെ അസ്തിത്വം, അതിന്റെ യാഥാർത്ഥ്യം അഥവാ അതിന്റെ താരീഫ്, എന്തിനാണ് ഉജ്ബ് എന്ന് പറയുന്നത്? ഫമാ തഅ്സീറുഹു, ഉജ്ബിന്റെ പ്രതിഫലനം എന്താണ്? ഫമാ ഹുക്മുഹു, ഉജ്ബിന്റെ വിധി എന്താണ്? ഫബയ്യിൻ ലനാ, നമ്മൾക്ക് താങ്കൾ വ്യക്തമാക്കി താതായിരിക്കും ഇതിനെ എന്ന് പറഞ്ഞാൽ, നീ ചോദിച്ചാൽ എന്ന് ചോദിക്കപ്പെട്ടാൽ ഫഅലം, നീ അറിയണം, അന്ന ഹഖീഖത്തുൽ ഉജ്ബി, ഉജ്ബിന്റെ യാഥാർത്ഥ്യം ഇസ്തിഅ്ലാമുൽ അമലി സ്വാലിഹ്, സ്വാലിഹായ അമൽ ചെയ്തതിനെ വലുതായി കണക്കാക്കുക എന്നുള്ളത്, ഞാൻ എന്തോ ചെയ്തു എന്നുള്ള ഒരു ധാരണ. അപ്പോൾ തഫ്സീലിന്റെ വിശദീകരണം ഇന്ദ ഉലമാഇന റഹ്മഹുല്ലാ, നമ്മുടെ ഉലമാക്കളുടെ അടുക്കൽ ദിക്റുൽ ആബിദി, ഒരു അടിമ ഓർക്കലാണ് ഹുസൂല ഷറഫിൽ അമൽ, അമലിന്റെ മഹത്വത്തെക്കുറിച്ച്, മഹത്വം കരസ്ഥമായ എന്ന് ഓർക്കുക. സാലിഹ്, സാലിഹായ അമലിന്റെ മഹത്വം കരസ്ഥമായി ബിഷൈഇൻ ദൂനല്ലാ, അല്ലാഹ് അല്ലാത്ത വേറൊരു വസ്തു കൊണ്ട് നന്മ കരസ്ഥമായി, ഷറഫ് കരസ്ഥമായി എന്ന് ഓർക്കുക. പടച്ചവന്റെ ഭാഗം എന്നുള്ളതാണെന്ന് ചിന്തിക്കാതെ വേറെന്തോ ഒന്നുകൊണ്ടാണ് ഇയാൾക്ക് അമല് കിട്ടിയത്, ചെയ്യാൻ ഇത് കിട്ടിയത്, അങ്ങനെ അമലിന്റെ ഷറഫ് കിട്ടിയെന്നൊക്കെ വിചാരിക്കുക. അവിന്നാസി, അല്ലെങ്കിൽ ജനങ്ങളെ കൊണ്ട് ഷറഫ് കിട്ടിയെന്ന് വിചാരിക്കുക. അവിൻ നഫ്സി, അല്ലെങ്കിൽ നഫ്സിനെ കൊണ്ട്, തൻ്റെ നഫ്സിനെ കൊണ്ട് അമലിന്റെ ശ്രേഷ്ഠത കിട്ടിയെന്ന് വിചാരിക്കുക. അമലിന്റെ ശ്രേഷ്ഠത അല്ലാഹ് അല്ലാത്ത ഏതെങ്കിലും വസ്തു കൊണ്ടാണ് കിട്ടിയത്, ജനങ്ങളെ കൊണ്ടാണ് ലഭിച്ചത്, അല്ലെങ്കിൽ സ്വന്തം നഫ്സ് കൊണ്ടാണ്, താൻ ഇങ്ങനെ ഉഷാറായി ചെയ്തുകൊണ്ടാണ് എനിക്ക് കിട്ടിയത്, അതാണ് നഫ്സിനെ കൊണ്ടെന്ന് പറഞ്ഞ. ഇങ്ങനെ വിചാരിക്കുക. ഖാലു, പണ്ഡിതന്മാർ പറഞ്ഞു, വഖദ് യകൂനുൽ ഉജ്ബു, ഉജ്ബാകും മുസല്ലസൻ, മൂന്നായിട്ട് വിഭജിക്കപ്പെട്ടതാകും. ഉജ്ബ് ഈ മൂന്ന് രീതിയിലും ഉണ്ടാകാം. ഈ പറഞ്ഞ മൂന്ന് രീതിയിലും പിന്നെ ഉജ്ബ് ഉണ്ടാകാം. മുസല്ലസ് അതെങ്ങനെയാ? യുദ്ക്കറതാലിക്ക്, ഇതിനെ ഓർക്കപ്പെടലുകൊണ്ട്, മിൻ ഹാദിഹി സലാസത്തി, ഈ മൂന്ന് വഴിയിലൂടെ, ഈ മൂന്ന് കാര്യത്തിൽ നിന്നും ഈ ഷറഫിനെ ഓർക്കപ്പെടലുകൊണ്ട്. ജമീഅൻ അന്നഫ്സു വൽ ഖൽഖു വശൈഉ, സ്വന്തം നഫ്സ് ഞാൻ നന്നാ ചെയ്തു എന്ന്, സൃഷ്ടികൾ എൻ്റെ അമല് കാണുമ്പം നമ്മളെ അവർ ബഹുമാനിക്കും, അങ്ങനെ ഒരു ചിന്ത. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വസ്തു കൊണ്ട് ശ്രേഷ്ഠതയെ വിചാരിക്കുക. തനിക്ക് എല്ലാ നന്മയും കിട്ടിയത് അങ്ങനെയാണ്, തനിക്ക് ലഭ്യമായതല്ല ഏതോ അള്ളാഹു അല്ലാത്ത ഏതോ വസ്തു കൊണ്ടാണ് എന്ന് വിചാരിക്കുക. അപ്പം മുസന്നയാക്കപ്പെട്ടതുമുണ്ട്, ഈ രണ്ടാക്കപ്പെട്ടത്. മുസല്ലസ് മൂന്നായി തിരിക്കപ്പെട്ടത്. മുസന്ന എങ്ങനെയാ? ബി അൻ യദ്കുറഹു, ഈ പറഞ്ഞ ഷറഫിനെ ഓർക്കുക, മിൻ ഇസ്നൈൻ, രണ്ട് കാര്യത്തിൽ നിന്നും. ജനങ്ങൾ ഞാൻ ഉഷാറായി ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് കിട്ടിയതാണ് എന്നോർക്കുക. അപ്പം മുവഹദായിട്ടുമുണ്ട്, ബി അൻ യദ്കുറഹു മിൻ വാഹിദിൻ, ഏതെങ്കിലും ഒന്ന്, മൂന്നെണ്ണം കൂടെ വേണമെന്നില്ല, ഏതെങ്കിലും ഒന്നിനെ ഓർക്കുക. അങ്ങനെ ഓർത്താലും അത് ഉജ്ബിന്റെ വിഭാഗത്തിൽപ്പെടും. ഈ മൂന്ന് ഭൗതിക പ്രയോജനങ്ങളെയും ഓർക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. ലിദ്ദുൽ ഉജ്ബി, ഉജ്ബിന്റെ ലിദ് ദിക്റുൽ മിന്നത്തി, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനെ ഓർക്കലാണ്. വഹുവ, ആ മിന്നത്തിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അൻ യദ്കുറ, അവൻ ഓർക്കലാണ്, അന്നഹു, ഈ അമലു ബി തൗഫീഖില്ലാഹി സുബ്ഹാനഹു, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണെന്ന് ഓർക്കലാണ്. അന്നഹു, നിശ്ചയമായും അള്ളാഹു ആണ് അല്ലദീ ഷറഫഹു, അവനെ ഈ അമലിനെ ഷറഫാക്കിയത്, മഹത്വമാക്കിയത്. അള്ളാമ സവാബിന്റെ പ്രതിഫലത്തിനെ വലിപ്പമുള്ളതാക്കിയത്, മഹത്വപ്പെടുത്തിയത്. ഖദറോ, ഇതിന്റെ പദവിയെയും ഈ അമലിന്റെ പദവിയെല്ലാം ഉയർത്തിയത് അള്ളാഹു ആണ് എന്ന് ഓർക്കുക. അതാണ് മിന്നത്തിന്റെ ഓർമ്മ. ഹാദ ദിക്റു, ഈ മിന്നത്തിന്റെ ഓർമ്മ, ഇത് ഫർളുൻ ഇൻദ ദവാഉൽ ഉജ്ബി, ഉജ്ബിന്റെ
പ്രേരക വസ്തുക്കൾ ഉണ്ടാകുന്ന അവസരത്തിൽ ഈ മിന്നത്തിന്റെ ഓർമ്മ ഫർളാണ്. നെഫിലാണ് ഫി സാഇരിൽ ഔഖാത്ത്. എപ്പോഴും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ളത് നെഫിലാണ്. ഞാൻ വലിയ പുള്ളിയാണെന്ന് ഓർക്കുമ്പോൾ ഇതിനെ ഓർക്കല് ഫർളാണ്. അമ്മ തഹസീറുൽ ഉജുബി ഫിൽ അമലി, അമലില് ഉജുബിന്റെ തഹസീർ, അമലില് ഉജുബ് എന്ത് പ്രതിഫലനമാണ് ചെയ്യുന്നത്? ഖാല ബഅദു ഉലമാഇന അൽ മുഅജിബു യന്തദിറു, ഒരു ഉജുബുള്ളവൻ ഉൾനാട്യക്കാരൻ, യന്തദിറു അവൻ പ്രതീക്ഷിക്കണം, അൽ ഇഹ്ബാത്ത അമലിനെ പൊളിച്ചു കളയപ്പെടലിനെ അവൻ പ്രതീക്ഷിക്കണം. ഫൈൻ താപ കബല മൗത്തി, മരണത്തിന് മുമ്പ് അവൻ തോബ ചെയ്താൽ സലിമ അവൻ രക്ഷപ്പെടും. വൈല്ല അങ്ങനെ അല്ലെങ്കിൽ ഉഹബിത്ത അവന്റെ അമലിനെ പൊളിക്കപ്പെടും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വലിയ ഈ അഭിപ്രായത്തിലേക്കാണ് ദഹബ മുഹമ്മദ് ബിൻ സ്വാബിർ ബിൻ ഷുയൂഖൽ കറാമിയത്തി, കറാമിയ വിഭാഗത്തിൽപ്പെട്ട ഒരു സൂഫി വിഭാഗമാണ്, നേരത്തെ വന്നതാണ്, അല്പം വളഞ്ഞതാണ്, അതുകൊണ്ട് അതിൽപ്പെട്ട മുഹമ്മദ് ബിൻ സാബിർ ഇതാണ് പറയുന്നത്, തൗബ ചെയ്തില്ലെങ്കിൽ അമല് മൊത്തമായി പൊളിഞ്ഞു പോകുമെന്ന്. അഹ്ലു സുന്നത്തിന്റെ യഥാർത്ഥ വഴിയിൽ നിന്നും അല്പം തെറ്റിയ വിഭാഗമാണ്. അവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരം എനിക്ക് ഇല്ല. വൽ ഇഹ്ബാത്തു, അമലിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അമലിനെ വീഴ്ത്തി കളയാന്ന് പറഞ്ഞാൽ എന്തോ ഇയാളുടെ അടുക്കൽ അൻ യദ്ഹബ അനിൽ അമലി, അമലിനെ തൊട്ട് പോകലാണ്. ജമീഉൽ അസ്മാഇൽ ഹസനത്ത്, അമലിന്റെ എല്ലാ നല്ല നാമങ്ങളും, ശ്രേഷ്ഠമായത്, ഫദലുള്ളത്, ഷറഫുള്ളത്, ഇസ്സത്തുള്ളത്, ഇങ്ങനെ ഒരുപാട് നാമങ്ങളുണ്ട് അമലുകൾക്ക്, അതെല്ലാം പോകും. എത്രത്തോളം ലാ യസ്തഹിഖ ബിദാലിക സവാബൻ, ആ അമലിന് ഒരു സവാബിനും ആ അമല് അർഹമാവുകയില്ല, അവൻ അർഹമാവുകയില്ല അതിന് പകരം ഒരു സവാബിനും. വലാ മിദ്ഹത്തിന്, ഒരു സ്തുതി വചനത്തിനും അർഹമാവുകയില്ല, അൽബത്ത ഒട്ടും തന്നെ. ഒഫിയ കൗലി കൈരി, ഇദ്ദേഹം അല്ലാത്തവരുടെ കൗലില് ഹുവ, ഇതിന്റെ തഫ്സീർ ദഹാബുൽ ഇദ്ആഫി, ഇദ്ആഫ് പോകലാണ്. അഥവാ അമല് ഇരട്ടിയായി കൂലി കിട്ടും എന്ന് പറയുന്നില്ലേ, അസൽ കൂലി പോകത്തില്ല, ഇരട്ടിയായി കിട്ടും എന്ന് പറയുന്ന ആ കൂലി നഷ്ടപ്പെടും. ഇരട്ടിയായി കിട്ടുക എന്ന് പറയുന്ന കൂലി നഷ്ടപ്പെടും. ലാ ഗൈറു, അല്ലാതെ മൊത്തം അസില് പോകത്തില്ലെന്നാണ് വേറെ ചില പണ്ഡിതന്മാർ പറയുന്നത്. ഫൈൻ കുൽത്ത, നീ ചോദിച്ചാൽ, കൈഫ യൽതബിസു അലൽ ആബിദിൽ ആരിഫി, ആരിഫായ ഒരു അടിമയ്ക്ക് എങ്ങനെയാണ് തിരിച്ചറിയാതാവുക? അനല്ലാഹു തആല ഹുവല്ലദീ വഫഖ ലിൽ അമൽ, അവനാണ് അമലിനെ തൗഫീഖ് ചെയ്തവൻ, അസ്സാലിഹി വഅല്ലമ ഖദറു, അതിനെ ഖദറിനെ മഹത്വപ്പെടുത്തിയവൻ, അക്സറ സവാബിനെ പെരുപ്പിച്ചവനെല്ലാം അള്ളാഹു ആണ്, വർദ്ധിപ്പിച്ചവൻ, ബി ഫദ്ലിഹി വമന്നിഹി എന്ന് ഒരാൾക്ക് തിരിച്ചറിയാതാകുന്നത് എങ്ങനെയാണ്? അതൊരു ആരിഫ് എങ്ങനെ തിരിച്ചറിയാതാകും എന്ന് ചോദിച്ചാൽ, ഫാലം, നീ അറിയണം, അന്നഹാവുന, ഇവിടെ ഉണ്ട്, നുക്തത്തൻ ലത്തീഫത്തൻ, വളരെ സൂക്ഷ്മമായ ഒരു പോയിന്റ് ഉണ്ട്, ദഖീറത്തൻ ഷരീഫത്തൻ, ശ്രേഷ്ഠമായ ഒരു ദഖീറയുമുണ്ട്, സൂക്ഷിച്ചു വെക്കേണ്ട ഒരു പ്രത്യേക ചിന്താശകലം. ബഹു, അതെന്താണ്? അന്നൻ നാസഫിൽ ഉജുബി, ഉജുബിന്റെ വിഷയത്തിൽ ജനങ്ങൾ സലാസത്തു അസ്നാഫിൽ, 3 വിഭാഗമാണ്. സിൻഫുൻ, ഒരു വിഭാഗം, ഹുമുൽ മുഅജിബൂന ബികുല്ലി ഹാൽ, അവരെപ്പോഴും ഉജുബുള്ളവരായിരിക്കും, ഉജുബില്ലാത്ത അവസ്ഥ അവർക്ക് ഉണ്ടാകത്തേയില്ല. വഹുമുൽ മുഅത്തസിലത്തു വൽ ഖദരിയത്തു, ആ വിഭാഗമാണ്. കാരണം അവർക്ക് മനുഷ്യന്റെ പ്രവൃത്തിയിൽ അള്ളാഹുവിന് കൈയില്ലെന്നുള്ളതാണ്, അപ്പൊ അവൻ ചെയ്യുന്ന അവനക്കുള്ളതാണ്, ഞാനാണ് വലിയ പുള്ളി എന്നുള്ളത് അവന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. ഈ ഒരു പിഴച്ച വാദമുള്ളതിന്റെ പേരിൽ, മനുഷ്യന്റെ അമലുകൾ മനുഷ്യനാണ് ചെയ്യുന്നതെന്നുള്ള വാദമുള്ളതിന്റെ പേരിൽ. അല്ലതിനകത്തെ മുഅത്തസില ഖദരിയ ലാ യറൗന ലില്ലാഹി അലൈഹിം, അവര് കാണുന്നില്ല അവരുടെ മേൽ, അള്ളാഹുവിന് അവരുടെ മേൽ ഒരു മിന്നത്തിനെയും കാണുന്നില്ല, ഫി അഫ്ആൽ, അവരുടെ പ്രവൃത്തികളിൽ എല്ലാം മനുഷ്യൻ തന്നെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അപ്പൊ പിന്നെ അവിടെ ഈ പറഞ്ഞ ഉജ്ബ് ഉറപ്പായിട്ടും ഉണ്ടാകും. വൈൻകിറൂനൽ ഔന വത്തൗഫീഖ് അൽ ഖാസ്, അള്ളാഹുവിന്റെ ഭാഗത്തുള്ള സഹായം, പ്രത്യേകമായ തൗഫീഖ്, ഇതിനെയൊക്കെ അവർ ഇൻകാർ ചെയ്ത് നിഷേധിക്കും. വല്ലുത്തുഫ്, അള്ളാഹുവിന്റെ ലുത്തുഫിനെയും നിഷേധിക്കും. അതായിരിക്കും ഇങ്ങനെ ഇത് വരാൻ കാരണം ലിശുബ്ഹത്തിൻ ഇസ്തൗലത്ത് അലൈഹിം, അവരുടെ മേൽ അധികാരം സ്ഥാപിച്ച ശുബ്ഹത്തിന്റെ പേരിലാണ്, ഒരു തെറ്റിദ്ധാരണ, ഒരു തിരിച്ചറിയാതാകൽ, അമലിന്റെ ഈ പറഞ്ഞ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിയാതാകൽ. അപ്പൊ അവരുടെ മനസ്സിൽ അള്ളാഹു താല അമലിനെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് വരുമ്പോൾ മനുഷ്യൻ തന്നെയാ ചെയ്യുന്നത്, അപ്പൊ അവനക്ക് എപ്പോഴും ഉജുബുണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഒരു വിഭാഗം. വസിൻഫുൻ, മറ്റൊരു വിഭാഗം, ഹുമുദ് ദാക്കിറൂന ലില്ലാഹി, അള്ളാഹുവിനെ മിന്നത്തിനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത്, ബികുല്ലി ഹാൻ, എല്ലാ അവസരത്തിലും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനെ ഓർക്കുന്നവൻ, എന്നെ അമൽ ചെയ്യിപ്പിക്കുന്നവൻ പഠിച്ചവനാണ്, എന്നെ പള്ളിയിലേക്ക് കൊണ്ടിരുന്നവൻ അള്ളാഹു ആണ്, എനിക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകിയവൻ, തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യാൻ തൗഫീഖ് ചെയ്തവൻ, അമലുകൾക്കെല്ലാം എന്നെ മുന്തിക്കുന്നവൻ എൻ്റെ രക്ഷിതാവാണ് എന്ന് ഓർത്തുകൊണ്ടേയിരിക്കുന്നവൻ. അവര് അൽ മുസ്തഖീമൂന, അവര് മുസ്തഖീമൂന, ചൊവ്വായ പാതയിൽ ചലിച്ചവർ, ലാ യഅജബൂന ബിശൈഇൻ മിനൽ അഅമാലി,
അമലിൽപ്പെട്ട ഒന്നുകൊണ്ടും അവർ റുജുബ് കാണിക്കുകയില്ല. വദാലിക്ക് അങ്ങനെ വരാൻ കാരണം ബസീറത്തിൻ അവർക്ക് ഉൾക്കാഴ്ച ഉള്ളതിന്റെ പേരില്ല. എങ്ങനത്തെ ഉൾക്കാഴ്ച? ഉക്രിമു ബിഹ ആ ഉൾക്കാഴ്ച കൊണ്ട് അവരെ ബഹുമാനിക്കപ്പെട്ടു. തഈദിന് അള്ളാഹിന്റെ ഭാഗത്തുനിന്നുള്ള തഈദ് ശക്തിപ്പെടുത്തലുകൊണ്ട് ഹുസൂബി അതുകൊണ്ട് അവരെ പ്രത്യേകമാക്കപ്പെട്ടു. ഇതാണ് ഒരു വിഭാഗം. അള്ളാഹു തആല ആ വിഭാഗത്തിൽപ്പെടുത്തി സാധുക്കളായ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനത്ത് മൂന്നാമത്തേത് വഹുമുൽ മുഖ്ലിത്തൂന കൂട്ടിക്കലർത്തിയവരാ. ദുന്യാവിന്റെ നഫ്ഇനെയും ഉദ്ദേശിക്കും, അള്ളാഹുവിന്റെ പ്രതിഫലത്തിനെയും രണ്ടിനെയും കൂടെ ഉദ്ദേശിക്കുന്നവർ. അവർ ആമത്തു അഹ്ലുസുന്നത്ത് അഹ്ലുസുന്നത്തിന്റെ പൊതുവായ ആൾക്കാരാണ്. കാരണം ചിലപ്പോഴ് യന്തബിഹൂന അവർ ഉണരും, അങ്ങനെ ഫയദ്കുറൂന അള്ളാഹു അവർ ഓർക്കും, മിനത്തുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനെല്ലാം അവർ ഓർക്കും. പതാർത്ഥം ചിലപ്പോഴ് യഗ്ഫുരൂന അവർ അശ്രദ്ധരാകും, അങ്ങനെ ഫയഅജബൂന ബിദാലിക് ഇതുകൊണ്ട് അവർ ഉജ്ബ് കാണിക്കും. ലിമക്കാനിൽ ഗഫ്ലത്തി ഗഫ്ലത്തുള്ളതിന്റെ പേരിൽ, ഗഫ്ലത്തിന്റെ മക്കാൻ ഗഫ്ലത്ത് അവർക്കുള്ളതിന്റെ പേരിൽ നടത്താം. അല്ല ആരുതെത്തി ഇടയ്ക്കെല്ലാം ഉണ്ടാകുന്ന ഗഫ്ലത്ത് ഉള്ളതിന്റെ പേരിൽ വന്നു ചേരുന്ന ഗഫ്ലത്ത്. വൽ ഫത്രത്തി ഫിൽ ഇജ്തിഹാദ് ഇജ്തിഹാദിലുള്ള തളർച്ചയും. ഇജ്തിഹാദ് എന്തായിരിക്കണം? അള്ളാഹുവിന്റെ അമലുകൾ അള്ളാഹു ആണ് ചെയ്യുന്നത്, മനുഷ്യന്റെ അമലുകൾ അവനാണ് കഴിവ് നൽകുന്നത്, അവനാണ് അവന്റെ ഷറഫ് നൽകുന്നത് എന്നുള്ള അതിലുള്ള ഫത്രത്ത്, അതിനെ ചിന്തിക്കാതിരിക്കുക. നഖ്സിഫിൽ ബസീറ ഉൾക്കാഴ്ചയിലുള്ള കുറവ്, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ഇങ്ങനെ ഉജ്ബ് കാണിക്കും. വല്ലപ്പോഴും എല്ലാം ഉജ്ബ് കാണിക്കും. എപ്പോഴും ഉജ്ബ് ഉണ്ടാകത്തില്ല, ചിലപ്പോഴെല്ലാം ഉജ്ബ് ഉണ്ടാകും. ആദ്യം പറഞ്ഞവർക്ക് എപ്പോഴും ഉജ്ബ് ഉണ്ടാകും, രണ്ടാമത് പറഞ്ഞവർക്ക് ഉജ്ബ് ഉണ്ടാകത്തേ ഇല്ല. അള്ളാഹു അതിൽപ്പെടുത്തി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ വിഭാഗം ഇങ്ങനെ ഉജ്ബ് ഉണ്ടാകുകയും ചെയ്യും, ഉണ്ടാകാതിരിക്കുകയും ചെയ്യാം. ഫൈൻ ഖുൽത നീ ചോദിച്ചാൽ കൈഫ എങ്ങനെയാണ് ഹാലുൽ ഖദരിയത്ത് വൽ മുഅ്തസിലത്തി ഫി അഫ്ആലിഹിം ഖദരിയ മുഅ്തസിലിയകളുടെ അവസ്ഥ അവരുടെ ഫേലുകളിൽ എന്ന് പറഞ്ഞാൽ മുഴുവൻ ഫേലുകളും അവർ ഉജ്ബോട് കൂടിയേ ചെയ്യുള്ളൂ, അവർക്ക് ഒരു പ്രതിഫലവും കിട്ടത്തില്ലേ? ഫാലം നീ അറിയണം അന്ന ഫീ ദാലിക ഇതിലുണ്ട് ഇഖ്തിലാഫാത്തിൻ കുറേ ഭിന്നാഭിപ്രായങ്ങളുണ്ട് ഈ വിഷയത്തിൽ. ഫക്കീല പറയപ്പെട്ടിരുന്നു ഇന്നവും മുഹബത്തുൻ അവരുടെ അമലിനെ ഉജ്ബ് ബാത്തിലാക്കി കളയും. ലിമക്കാനി ഔത്തിക്കാദ് അവരുടെ ഔത്തിക്കാദ് അങ്ങനെയാണല്ലോ, അള്ളാഹുവാണ് അല്ല മനുഷ്യനാണ് പ്രവർത്തിക്കുന്നുള്ള ഔത്തിക്കാദുള്ളതുകൊണ്ട് എപ്പോഴും ഉജ്ബ് ഉണ്ടാവും, അവരുടെ അമലിനെ അത് ബാത്തിലാക്കി കളയും. വക്കീല പറയപ്പെട്ടിരിക്കുന്നു ലാ യഹ്ബത്തു അമലുൻ അമല് മൊത്തമായി പൊളിഞ്ഞു പോവുകയില്ല ബിഔത്തിക്കാദിൻ ഫിൽ ജുംല ഔത്തിക്കാദ് കൊണ്ട് മിൻ ഫിറഖിൽ ഇസ്ലാം ഇസ്ലാമിന്റെ ഗ്രൂപ്പുകളിൽ നിന്നും പൊതുവെ ഉള്ള ഈ ഔത്തിക്കാദ് കൊണ്ട് മാത്രം അമലെല്ലാം പൊളിഞ്ഞു പോവുകയില്ല. എത്രത്തോളം പൊളിയുക? ഹത്താ യഹുസ്സ കുല്ല അമലിൻ എല്ലാ ഓരോ അമലിനെയും ഖാസാക്കുക എല്ലാ ഓരോ അമലിനെയും യുഹസ്സ ഖാസാക്കപ്പെടുക കുല്ലു അമലിൻ ബി ഇജാബിൻ ഇജാബ് കൊണ്ട് ഖാസാക്കപ്പെടുക. അതായത് ഒരു ഫർക്കത്തിന്റെയും അമലിനെ അള്ളാഹു തആല അങ്ങനെ പാഴാക്കത്തില്ല. അവർക്ക് ഉജ്ബ് മാത്രമേ ഉള്ളൂ എന്ന് ഖാസാക്കുക, അങ്ങനെയില്ല. ഏതുപോലെ കമാഅന്ന അഹ്ലുസുന്നത്തിന്റെ ഇഅ്തിഖാദ് ലാ യംനഉൽ ഉജ്ബ ഉജ്ബിനെ തടയുകയില്ല. ഫീ കുല്ലി അമൽ എല്ലാ അമലിലും ഉജ്ബിനെ തടയുകയില്ല. ഹത്താ എത്രത്തോളം യഹുസ്സഹു ആ ഉജ്ബ് അയാളെ പ്രത്യേകമാക്കും ബി ദിക്രിൽ മിന്നത്തി മിന്നത്തിന്റെ ദിക്ർ കൊണ്ട്. അല്ല ആ അമല് അയാളെ പ്രത്യേകമാക്കും ബി ദിക്രിൽ മിന്നത്തി മിന്നത്തിന്റെ ദിക്ർ കൊണ്ട്. അഥവാ ഈ പറഞ്ഞ അഹ്ലുസുന്നത്തിന്റെ ആൾക്കാർ മിന്നത്തിന്റെ ദിക്റേ ഉള്ളൂ, അവർക്ക് ഉജ്ബിന്റെ ഇല്ല എന്ന് വെക്കാത്തതുപോലെ എന്ന് വെച്ചുകൂടാത്തതുപോലെ ഈ പറഞ്ഞ ഫിറഖിന്റെ പല വിഭാഗങ്ങൾക്കും പിന്നെ അവർക്ക് ഉജ്ബേ ഉള്ളൂ ഒരമലും ഇല്ല എന്ന് വെക്കാൻ പറ്റില്ല. അവരുടെ അമലുകൾ കൂടുതലും ഉജ്ബാണെങ്കിലും നല്ല അമലുകളും കാണും. ഏതുപോലെ അഹ്ലുസുന്നത്തിൽ കൂടുതലും നന്മയാണെങ്കിലും ചില മോശമായ അമലുകൾ ഉള്ളതുപോലെ. ഫൈൻ ഖീല ഇനി ചോദിക്കപ്പെട്ടാൽ ഫഹൽ സിവൽ ഉജ്ബി ഉജ്ബ് അല്ലാത്തത് എന്തെങ്കിലും ഉണ്ടോ? വരിയ ഇത് രണ്ടും അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? മിൻ ഖാദിഹുൻ ഫിൽ അമൽ അമലിൽ പൊളിക്കൽ അമലിനെ നശിപ്പിക്കുന്ന വസ്തുവിനാൽ ഉജ്ബ് റിയാ അല്ലാത്ത വേറെന്തെങ്കിലും അമലിനെ നശിപ്പിക്കുന്ന വസ്തു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഖീല ലഹു അയാളോട് പറയപ്പെടും അജൽ അതെ, ഇന്ന ഫീഹി ഈ അമലിന്റെ വിഷയത്തിലുണ്ട് അൽ ഖവാദിഹ വേറെയും പൊളിച്ചു കളയുന്ന വസ്തുക്കളുണ്ട്. സിവാഹുമ ഈ പറഞ്ഞ ഉജ്ബും റിയാവും ഒഴികെ വേറെയും ഉണ്ട്. ലാക്കിന്ന പക്ഷേ നാം ഖസസ്നാഹുമ ഇത് രണ്ടിനെ നാം പ്രത്യേകമായി പറഞ്ഞു ബി ദിക്രി കാരണം ലിഅന്നഹുമ ഇത് രണ്ടും അസ്ലാണ് ഉജ്ബും റിയാവും. അല്ലെങ്കിൽ ഞങ്ങളുടെ അസ്ലി യദൂറു അലൈഹിമ ഇതിന്റെ മേലാണ് ചുറ്റുന്നത്. മുഅ്ലമുൽ അബ്വാബി
എല്ലാ ബാബുകളുടെ മോദം വലിയ വലിയ ഫിത്തനകളുടെ ബാബുകൾ ഇതിന്റെ പേരാ ചുറ്റുന്നത്. ഒക്കതൊക്കാല ബാദുൽ മശായിഖ് പറഞ്ഞു, ഇന്ന ഹക്കൽ അബിദി, ഒരടിമയുടെ ഹക്ക് യതഹഫള ഫിൽ അമലിൽ അവൻ സൂക്ഷിക്കലാണ്. മിൻ അശറത്തി അശിയായ, 10 കാര്യങ്ങളിൽ നിന്നും സൂക്ഷിക്കുക അവന്റെ അമലിനെ. നിഫാഖി, അത് മുമ്പ് വന്നായിരുന്നു. റിയാഇ തഖ്ലീത്തി, കൂട്ടിക്കലർത്തുക രണ്ടിനെയും, ദുന്യാവിന്റെ പിന്നെ നിയാമത്തിനെയും പിന്നെ അള്ളാഹുവിന്റെ തൃപ്തിയും രണ്ടിനെയും കൂടെ വെക്കുക. ആ തഖ്ലീത്ത് നേരത്തെ വന്നു പോയതാണ്. വൽ മന്നി, നന്മകൾ ചെയ്യുന്നതിനെ എടുത്തു പറയുക. ഇപ്പൊ എത്ര കാര്യമായി? നിഫാഖ്, റിയാ, തഖ്ലീത്ത്, മന്ന്, 4 എണ്ണമായി. 5-മത്തെ വൽ അദാ, ബിൽ മന്നി വൽ അദാ എന്ന് പറഞ്ഞിട്ടില്ലേ? ഉപദ്രവിക്കുക, ചോദിക്കാൻ വരുന്ന പാവപ്പെട്ടവനെ ഉപദ്രവിക്കുക, അവന്റെ മനസ്സിനെ നീ എന്തോ എപ്പോഴും നടക്കുന്നതെന്ന് ചോദിക്കുക. അള്ളാഹുവാകട്ടെ. വൻ നദാമത്ത് എന്ന് പറഞ്ഞാൽ അമൽ ചെയ്തിട്ട് അയാൾ ചെയ്യാൻ പറ്റില്ല ഒരമൽ, അതിന്റെ പേര് ഇങ്ങനെ ഖേദിച്ച് പിന്നെ ഒരു അമലും ചെയ്യാതിരിക്കുക. വൽ ഉജുബ് വൽ ഹസറത്തി, പിന്നെ നദാമത്ത് പോലത്തെ വേറൊന്നാണ് ഇവിടെ ഈ ഹസറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമൽ നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ, ഇഖ്ലാസ് ഇല്ലാത്തതിന്റെ പേരിൽ അയാൾക്ക് ഖേദം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. ഖേദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യണം? അയാൾ സമയങ്ങൾ പാഴാകാതെ അമൽ ചെയ്യാന്നുള്ളതാണ് വേണ്ടത്. ഖേദിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. തഹാബിനി, നിസാരമായി കരുതുക ഇതിനെല്ലാം. ഖൗഫി മലാമത്തിൻ നാസി, ജനങ്ങൾ കുറ്റപ്പെടുത്തുന്നതിനെ ഭയപ്പെടുക, അതൊന്നും പാടില്ല. ഇതിന്റെ എല്ലാം ലിദ്ദാണ് വേണ്ടത്, ഇതല്ല വേണ്ടതെന്ന് അർത്ഥം. സുമ്മദക്കറ ശൈഖുനാ റഹ്മത്തുള്ളാഹി, പിന്നെ നമ്മുടെ ശൈഖ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, ലിദ്ദ കുല്ലി ഹസ, ഇതിന്റെ എല്ലാ ഓരോന്നിന്റെയും ലിദ്ദിനെ പറഞ്ഞു. മിന്ന ഇവകൾപ്പെട്ടു അൽറാറഹ വ ഇൽറാറഹ, ഇവകൾ ലറർ വരുത്തുന്നതിനെ കുറിച്ചും പറഞ്ഞു. ബിൽ അമലിൽ ലിദ്ദുൻ നിഫാഖി അൽ ഇഖ്ലാസുൽ അമലാണ്. നേരത്തെ വന്നല്ലോ ഇഖ്ലാസുൽ അമൽ, പിന്നെ നിയ്യത്തു തലബിൽ അജ്റും, അതുപോലെ തന്നെ ഇഖ്ലാസിന്റെ വേറെ ഉണ്ട് നിഫാഖ്, അതിന്റെ എതിര് നിഫാഖ എന്ന് പറഞ്ഞല്ലോ നേരത്തെ. ലിദ്ദുർ റിയാഇന്റെ എതിര് ഇഖ്ലാസു തലബിൽ അജ്ർ. ഇഖ്ലാസ് 2 സൈസ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. തലബുൽ അജ്റിന്റെ ഇഖ്ലാസും പിന്നെ വേറെ ഒന്നും കൂടെ പറഞ്ഞു, മുമ്പ് മറന്നുപോയി, ഒന്ന് മറിച്ച് നോക്കിയാൽ അറിയാം. അവ റിയാഇന്റെ ലിദ് തലബുൽ അജ്റിന്റെ ഇഖ്ലാസാണ്, കൂലിയെ പ്രതീക്ഷിക്കുക. ലിദ്ദു തഖ്ലീത്തി, കൂട്ടിക്കലർത്തുന്നതിന്റെ ലിദ് തഫ്രീദ്. കൂട്ടിക്കലർത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ തൃപ്തിയും വേണം, ജനങ്ങളുടെ ദുന്യാവിന്റെ എന്തെങ്കിലും അതും വേണം, അങ്ങനെ ആഗ്രഹിക്കുക. ഒരാൾ നോമ്പ് പിടിക്കുന്നു ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി, അള്ളാഹിന്റെ തൃപ്തിയും വേണ്ടി, അപ്പൊ തഖ്ലീത്തായി. അത് പാടില്ല. അതിന്റെ എതിര് തഫ്രീദ്, നിയ്യത്തിനെ തനിപ്പിക്കുക എന്നുള്ളതാണ്. ലിദ്ദുൽ മന്ന് എടുത്തു പറയുന്നതിന്റെ ലിദ് തസ്ലീമുൽ അമലി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അമലിനെ ചേർക്കുക എന്നുള്ളതാണ്, അങ്ങോട്ട് കൂട്ടിച്ചേർക്കുക. ലിദ്ദുൽ അദായുടെ ലിദ് തഹ്സീനുൽ അമലി, അമലിനെ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ്. ലിദ്ദുൽ നദാമത്തിന്റെ ലിദ് തസ്ബീത്തുൻ നഫ്സി, സ്വന്തം നഫ്സിനെ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ്, ഖേദിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ലിദ്ദുൽ ഉജുബിന്റെ ലിദ് ദിക്റുൽ മിന്നത്തി, അള്ളാഹുവിന്റെ മിന്നത്തിനെ ഓർക്കുക എന്നുള്ളതാണ്. ലിദ്ദുൽ ഹസറത്തി, ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുക, അതിന്റെ ലിദ് ഇഗ്തിനാമുൽ ഖൈരി, ഖൈറിനെ ഗനീമത്ത് എടുക്കുക എന്നുള്ളതാണ്. ലിദ്ദു തഹാബിനി, പിന്നെ ഇതുപോലുള്ള തെറ്റുകളെ നിസാരമായി കണക്കാക്കുന്നതിന്റെ ലിദ് തഅലീമു തൗഫീഖ്, അള്ളാഹുവിന്റെ തൗഫീഖിനെ ബഹുമാനിക്കുക, മനസ്സിൽ ആദരവ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ലിദ്ദു ഖൗഫുൽ മലാമത്തി, ജനങ്ങളുടെ പിന്നെ കുറ്റപ്പെടുത്തുന്നതിനെ ഭയക്കുന്ന, അതിന്റെ ലിദ് അൽ ഖശിയത്തു, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമാണ് അതിന്റെ ലിദ്. അള്ളാഹു ഇവിടെ അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്.